നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സൈന്യം, നേവി, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങി വലിയ സന്നാഹമാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായി തെരച്ചിൽ നടത്തിയത്. നദിയിലെ അടിയൊഴുക്കും കാര്യമായി കണ്ടെത്താനാകാതെ വന്നതോടുകൂടി ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഇപ്പോഴിതാ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ 8 മണി മുതൽ ഗംഗാവലിപ്പുഴയിൽ വീണ്ടും ആരംഭിക്കുകയാണ്. മത്സ്യത്തൊഴിലാളിയായ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം NDRF, അതുപോലെ തന്നെ SDRF എന്നിവ സംയുക്തമായാണ് തെരച്ചിൽ നടത്തുക. നാവികസേനയും തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. കാലാവസ്ഥയും ഒഴുക്കും അനുകൂലമെങ്കിലും മാത്രമേ നാവികസേനയുടെ ഡൈവിംഗ് സംഘം പുഴയിലിറങ്ങി മുങ്ങി പരിശോധന നടത്തുകയുള്ളൂ. നാവികസേന അംഗങ്ങളെ സഹായിക്കാനായി കരസേനയുടെ ചെറു ഹെലികോപ്റ്റർ തെരച്ചിലിന് എത്തും. ഇന്നലെ ഈശ്വർ മാൽപ്പെ നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കിയും ടാങ്കർ ലോറിയുടെ ചില ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു. ഗംഗാവലിപ്പുഴയിലെ ഒഴുക്കിന്റെ ശക്തി കുറഞ്ഞതിനാൽ തെരച്ചിൽ എളുപ്പമാകുമെന്നാണ് ഈശ്വർ മാൽപ്പയുടെ വിശദീകരണം. അതേസമയം ഗംഗാവലിപ്പുഴയിൽ നടത്തിയ തെരച്ചിലിൽ വാഹനങ്ങളുടെ ഓരോ യന്ത്രഭാഗങ്ങൾ കിട്ടുമ്പോഴും അത് അർജുന്റെ ലോറിയുടേതാകുമോ എന്നായിരുന്നു ആശങ്ക. എന്നാൽ ലഭിച്ച 3 പാർട്സുകളിൽ ഒന്നുപോലും അർജുന്റെ ലോറിയുമായി നേരിട്ട് ബന്ധപ്പെടാത്തതല്ല എന്ന സംശയവുമുണ്ട്. വിവിധ വാഹനങ്ങളുടേതായ ഹൈഡ്രോളിക് ജാക്കി, സൈഡ് ആംഗ്ലർ, ബാറ്ററി ബോക്സ് ഡോർ ഇത്രയുമാണ് ഗംഗാവലിപ്പുഴയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. ജാക്കി അർജുന്റെ ലോറിയിലേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതടക്കം ഒന്നും നേരിട്ട് അർജുന്റെ ലോറിയുടെ പാർട്സുകളല്ല. ലോറി പൂർണ്ണമായോ ഭാഗികമായോ തകർന്നു പാർട്സുകൾ വേർപെട്ടിരിക്കാനുള്ള സാധ്യത വിരളമാണ് എന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഹൈഡ്രോളിക് ജാക്കി അപകട സമയത്ത് ലോറിയിൽ നിന്ന് തെറിച്ച് പുഴയിലേക്ക് വീണതാവാനുള്ള സാധ്യതയും ഏറെയാണ്. അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്നതിനായി കരുതുന്ന പരിശോധനയിൽ ലഭിച്ചത് മാത്രമായ ഹൈഡ്രോളിക് ജാക്കി അർജുൻ ഓടിച്ച ഭാരത് ബെൻസിന്റെ 3523R മോഡൽ ലോറിയുടെ ഭാഗമല്ല. ഇത് ഭാരത് ബെൻസ് കമ്പനിയിൽ നിന്നല്ലാതെ പുറമേ നിന്ന് വാങ്ങി ലോറിയിൽ വെച്ചതാണ് എന്ന് ലോറി ഉടമ മനാഫും വ്യക്തമാക്കി. 25 ടൺ ലോഡ് കയറ്റാനുള്ള പെർമിറ്റുള്ള ലോറിയാണ് അർജുൻ ഓടിച്ചിരുന്ന 3523R മോഡൽ ലോറി. ഈ ലോറിയുടെ ഡ്രോസ് വെഹിക്കിൾ വെയിറ്റ് 35,000 കിലോഗ്രാമാണ്. ലോറിയുടെ എഞ്ചിൻ ഉൾപ്പെടെയുള്ള ഭാരവും ലോഡും അടക്കം ഈ വാഹനത്തിൽ ആകെ കയറ്റാവുന്ന ഭാരമാണ് ഇത്. 230 HP ആണ് വാഹനത്തിന്റെ പവർ. ഇത്തരം ലോറികൾക്ക് ഭാരത് ബെൻസ് കമ്പനി ലോറിയോടൊപ്പം തന്നെ ഷോറൂമിൽ നിന്ന് ഹൈഡ്രോളിക് ജാക്കി കൊടുക്കുന്നില്ല. 5 ടണ്ണിൽ താഴെ ഭാരം കയറ്റാവുന്ന വാഹനങ്ങൾക്ക് മാത്രമാണ് ബെൻസ് കമ്പനി ഹൈഡ്രോളിക് ജാക്കി നൽകുന്നത്. അതിനാൽ ജാക്കി കിട്ടിയപ്പോൾ അത് അർജുന്റെ ലോറിയുടേതാണ് എന്ന് സ്ഥിരീകരിച്ച് ഭാരത് ബെൻസ് കമ്പനി അല്ല, ലോറി ഉടമ നേരിട്ടാണ് സ്ഥിരീകരിച്ചത്. ജാക്കിക്ക് പുറമെ പുഴയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മറ്റൊരു ഭാഗം ലോറിയുടെ സൈഡ് ആംഗ്ലർ ആണ്. ഇതും അർജുന്റെ ലോറിയുടേതല്ല. 10 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ഈ സൈഡ് ആംഗ്ലർ. അർജുന്റെ ലോറി 2 വർഷത്തിൽ താഴെ മാത്രം പഴക്കമുള്ളതാണ്. അതിനാൽ തന്നെ ഈ മണ്ണിടിച്ചിൽപ്പെട്ട ടാങ്കർ ലോറിയുടേതാവാമെന്ന് കരുതുന്നുണ്ട്. മാത്രമല്ല, സൈഡ് ആംഗ്ലർ കിട്ടിയാലും അത് അർജുന്റെ ലോറിയുടെ ആണ് എന്ന് സ്ഥിരീകരിക്കുക എളുപ്പമല്ല. ഭാരത് ബെൻസ് കമ്പനി ലോറി പൂർണ്ണ രൂപത്തിലല്ല നൽകുന്നത്, അതിന്റെ ചേസ് മാത്രമാണ്. പിന്നീട് ഉടമയാണ് ബോഡി വർക്ക് ചെയ്യുന്നത്. അതിനാൽ സൈഡ് ആംഗ്ലർ പുറമെ വർക്ക്ഷോപ്പിൽ നിന്ന് ചെയ്തതാവാം. ബാറ്ററി ബോക്സ് ഡോർ ലഭിച്ചത് അർജുന്റെ ലോറിയുടെ ആകുമെന്ന സംശയം തുടക്കത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് മറ്റൊരു ടാങ്കർ ലോറിയുടേതാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തു.